ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പേരുക്കാരി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നേ 5 മണിയായതേ ഉള്ളൂ കേട്ടോ. സാധാരണ ഞാൻ 5:30 എണീക്കുന്നത്. വീഡിയോ എടുക്കണ്ടായിരുന്നാണ് ഞാൻ 5 മണിക്ക് എണീറ്റത്. ജനലൊക്കെ തുറന്ന് കാണിക്കേ. ഭയങ്കര ഇരുട്ടാണ് വെളിയിലൊക്കെ കണ്ടാ. നല്ല ഇരുട്ടാണ്. ഞാൻ കതവ് അതുകൊണ്ട് ഇപ്പോൾ തുറക്കുന്നില്ല, പിന്നെ തുറക്കുന്നുള്ളേ. പിന്നെ ഞാൻ ഇന്ന് ഇച്ചിരി ചിക്കൻ കുറുമയും മീൻകറിയൊക്കെയാണ് വെക്കുന്നത്. അതിനുള്ള ചിക്കനും മീനും ഒക്കെ എടുത്ത് വെളിയിൽ വെക്കുകയാണേ. നേരത്തെ എടുത്ത് വെച്ചില്ലെങ്കിൽ അത് ഐസായിരിക്കും. പിന്നെ ഞാൻ മലക്കറി എല്ലാം ഇന്നലെ രാത്രിയിലേ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ആദ്യമേ എടുത്തങ്ങ് വെളിയിൽ വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഇതൊക്കെ ഐസ് പോയാലല്ല നമുക്ക് കറിയാക്കാൻ പറ്റൂ. അത് കാരണം ഞാൻ ആദ്യമേ തന്നെ അതങ്ങ് എടുത്ത് വെച്ചിട്ടാ. തലേന്നേ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലേ നമുക്ക് ഒരു പാടുമില്ല പിറ്റേന്ന് ജോലി ചെയ്യാൻ. എന്തൊക്കെ കറി വെക്കുന്നതെന്നും ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. അരിഞ്ഞു വെച്ചില്ലെങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത് വെക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് അതൊക്കെ വെജിറ്റബിളൊക്കെ അരിയാൻ പറ്റും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓർത്തോർത്ത് നിന്ന് നമ്മൾ സമയം ഒത്തിരി കളയും. എന്താ കറി വെക്കുക, എന്താ വെജിറ്റബിൾ വെക്കുക, തോരൻ എന്താ വെക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. അത് കാരണം നമ്മൾ തലേന്ന് തന്നെ എന്തൊക്കെയാണ് പിറ്റേന്ന് വെക്കേണ്ടതെന്നുള്ളൊരു പ്ലാനിങ് വേണം. അപ്പോൾ ഒരു പാടുമില്ല, നമുക്ക് പെട്ടെന്ന് ജോലി ഒതുക്കാം. സാധാരണ ഞാൻ 5:30ക്കാണ് എണീക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണ്ടായിരുന്നോ ഞാൻ നേരത്തെ എണീറ്റത് കേട്ടോ. വീഡിയോ എടുക്കാൻ നേരത്ത് നമുക്ക് എന്നും എണീക്കുന്നതിനൊക്കെ നേരത്തെ എണീറ്റില്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ എടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചൊക്കെ ഒരുപാട് സമയം അങ്ങ് പോകും കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമുക്കങ്ങ് ചോറിന് വെള്ളം വെക്കാം. ഞാൻ അടുപ്പിനകത്താണ് ചോറ് വെക്കുന്നത്. ഈ അടുപ്പ് കത്തിക്കുന്ന എല്ലാവർക്കും ഒരു പാടാണ്, പക്ഷേ എനിക്കൊരു പാടുമില്ല കേട്ടോ. ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. ചിരട്ടയ്ക്കകത്തേ നമ്മൾ നിലവിളക്ക് കുറ്റിക്കുന്ന തിരി ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടൺ തുണിയായാലും മതി, കഴുകി വൃത്തിയായ കോട്ടൺ തുണിയായാലും മതി. അത് ഞാൻ ഇച്ചിരി എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ചിരട്ടയ്ക്കകത്ത് വെച്ച് കത്തിക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ വിറക് പറക്കി വെക്കും കേട്ടോ. തിരി അണയാതെ നോക്കിയാൽ മതി. തിരി അണയാതിരുന്നാൽ ആ വിറകിനകത്തോട്ട് ആ തീ അങ്ങ് പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പാടുമില്ല. നമ്മൾ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല, അത് അവിടെ നിന്ന് അങ്ങ് കത്തിക്കോളും. ഇനി ഞാൻ കുടിക്കാനുള്ള വെള്ളമാണ് ഇപ്പുറത്ത് വെക്കുന്നത്. കുറച്ച് വെള്ളമേ അധികം വെക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അരിക്കലത്തിൻ്റെ മണ്ടയിൽ ചരുവത്തിൽ വെച്ചിട്ട് ചൂടാക്കി അതിനകത്ത് ഒഴിക്കും. പിന്നെ അന്നേരം അരി വെന്ത് കഴിയുമ്പോഴേ നമുക്ക് അതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തിളച്ച് കിട്ടും കേട്ടോ. ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നതേ മട്ട റൈസാണ്, ചുമന്നരി. പിന്നെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന അരി ഇടണക്കുള്ള അരി. പണ്ടൊക്കെ ഞങ്ങൾ റേഷൻ കടയിൽ അരിയായിരുന്നു ഉപയോഗിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ കിട്ടുമ്പോൾ കൊള്ളാത്ത അരിയാണ്. അത് പിള്ളേർക്കൊന്നും തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു ചവറ് പോലെയൊക്കെ ഇരിക്കും, തിന്നാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞങ്ങളത് മാറ്റി പാലക്കാടൻ മട്ടയുണ്ടല്ലേ, ആ അരിയാണ് മേടിക്കുന്നത്. വടിയരി അതാണ് മേടിക്കുന്നത് ഇപ്പം കേട്ടോ. കുറേ കാലമായിട്ട് കൊറോണ സമയത്ത് മുതലാണ് ഞങ്ങൾ ഈ അരി മേടിക്കാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. ഒരു 1.25 മണിക്കൂർ 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അരി പെട്ടെന്ന് അങ്ങ് വേവും. അത് വെന്ത് ഇപ്പം ഇന്ന് നേരത്തെ അരി അടപ്പിടുന്ന കാരണം ഇനിയിപ്പോൾ കറിയുമൊക്കെ നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ സാധാരണ ഞാൻ 5:30ക്ക് എണീക്കുന്ന കാരണം അരിയൊക്കെ അടപ്പിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 6 മണിയാവും. പിന്നെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് അരി ഊറ്റാൻ പറ്റുള്ളൂ. 8 മണിക്ക് മൂക്ക് പോകണം. പിന്നെ അതിനകത്തോട്ട് കറി വെച്ചുകൊണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും കേട്ടോ. അത് കാരണം ഞാൻ ഗ്യാസിൽ വെക്കും. ഇന്നിനിയിപ്പം പെട്ടെന്ന് വേവും. അത് കാരണം നമുക്ക് കറിയൊക്കെ അതിൽ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് കണക്ക് ഞാൻ വെള്ളം അങ്ങ് അതിൻ്റെ മണ്ടയിൽ വെക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങ് ചൂടായി ആ കലത്തിനകത്ത് ഒഴിച്ച് വെക്കും. പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ തലേന്ന് കഴുകി വൃത്തിയാക്കി വെച്ച പാത്രങ്ങളെല്ലാം പറക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ വെച്ചേക്കുന്ന കൊട്ട ഉണ്ടോ, അതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഉപകാരമാണ്. സ്ഥലക്കുറവുള്ളവർക്ക്, ഈ കൗണ്ടർ ടോപ്പിലൊന്നും കഴുകി വെക്കാൻ സ്പേസ് ഇല്ലാത്തവർക്ക് ഇത് വലിയൊരു ഉപകാരം. ഞാനത് അരകല്ലിൻ്റെ മണ്ടയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പേസേ ഉള്ളൂ എനിക്ക്. അന്നേരം നമുക്ക് ഭയങ്കര പാടാണ് പാത്രമൊക്കെ കഴുകി ഉണക്കിയെടുക്കാൻ. ഞാൻ തലേന്ന് ഞാൻ മലക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ തോരനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്ത് സവാളയും പച്ചമുളകും അരിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സവാള അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കരുത്, അതിനകത്ത് വിഷാംശം ഉണ്ടാകുമെന്ന്. അത് കാരണം എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. അത് കാരണം അന്ന് മുതലേ ഞാൻ സവാള അരിഞ്ഞ് വെക്കാറില്ല, തൊലിച്ച് അതിനകത്ത് തന്നെ വെക്കും കേട്ടോ. ഞാനേ ബീട്രൂട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി അതിനകത്തോട്ട് പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. എന്നാലേ നമുക്ക് തോരന്, ഞാൻ എല്ലാ തോരനകത്തും ഈ സവാള ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ മിക്കവാറും എല്ലാ തോരനും സവാള ചേർക്കും.
കൊച്ചുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ അത് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഭയങ്കര മെനക്കേടായതുകൊണ്ട് സവാള എല്ലാത്തിനും ചേർക്കുന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് അടുപ്പത്താക്കാൻ പറ്റും. ഇതിപ്പം അരിഞ്ഞ് മാറ്റി വെച്ചതേ ഉള്ളേ. ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ട്. മോൾക്ക് ചായ ഇടണം, ചേട്ടന് വെള്ളം ചൂടാക്കി കൊടുക്കണം കുടിക്കാനുള്ള, അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് നോക്കിയപ്പം വെള്ളമില്ല മോട്ടറിൽ. അങ്ങനെ ഞാൻ മോട്ടർ ഇട്ടേ. ഇനിയിപ്പോൾ എന്തായാലും മോട്ടറിനകത്തുനിന്ന് വെള്ളമേ അവിടെ മുറ്റത്ത് വീഴും കേട്ടോ. അതുകൊണ്ട് അവിടെ ആ വെള്ളം വീഴുന്നിടത്ത് ഒരു ബക്കറ്റ് വെക്കണം. അത് കാരണം പിന്നെ ഞാൻ കതക് തുറന്ന് ഇറങ്ങിയത് കേട്ടോ. കണ്ടോ നല്ല ഇരുട്ടുണ്ടേ, കണ്ടോ നല്ല ഇരുട്ടാണ്. പിന്നെ പോസ്റ്റിലെ വെട്ടമുണ്ട്, നല്ല വെട്ടം അടിക്കുന്നുണ്ട് കണ്ടോ. അവിടെ പോസ്റ്റിൽ ലൈറ്റുണ്ട്. എന്നാലും ഞാൻ മുറ്റത്ത് ലൈറ്റിട്ട് നല്ല പിന്നെ കാട് പോലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇഴജന്തുക്കളൊന്നും ഉണ്ടെന്നൊന്നും പേടിക്കേണ്ട. എല്ലാം സിമെൻറ്റ് ഇട്ട് വെച്ചേക്കാം മുറ്റം മൊത്തം. അത് ഞങ്ങളുടെ തുണി എഴുതുന്ന കല്ലിൻ്റെ മണ്ടയിൽ ഇരിക്കുക ബക്കറ്റ്, അതെടുത്തുകൊണ്ട് വന്നിനി ഞാൻ കാട്ടിത്തരാവേ. അവിടെ മുറ്റത്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് മോട്ടർ നിറയുമ്പം ദാണ്ട ഈ കാണുന്ന പൈപ്പ് കണ്ടോ കൊടുത്തേക്കുന്നത്, അവിടെ കൂടാണ് വെള്ളം വീഴുന്നത്. അത് കാരണം അവിടെ മൊത്തം അങ്ങ് ചെളിയും വെള്ളം വീണ് അഴുക്കാവും കേട്ടോ. അത് കാരണം ഞാൻ അവിടെ ബക്കറ്റ് കൊണ്ട് വെച്ചത്. ഇനിയിപ്പം മോക്കടെ ചായ ഇടാൻ പോവാം. മൂത്ത മോള് മാത്രമേ ചായ കുടിക്കത്തുള്ളൂ, പാൽ ചായ രാവിലെ കുടിക്കുന്നതേ. വേറെ ആരും ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ചായയൊന്നും കുടിക്കത്തില്ല. ചേട്ടനൊരു കട്ടൻ ചായയും കുടിക്കും. ഞാനാണെങ്കിൽ എണീറ്റപ്പോഴേ മോളെ വിളിച്ചായിരുന്നു. ഇനിയൊരു മോളെ പഠിക്കാൻ 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അത് കാരണം ഞാൻ വിളിച്ച് അന്നേരം പറയാം അമ്മ പോയൊരു ചായ ഇട്ടുകൊണ്ട് താ, അന്നേരം ഞാൻ എണീക്കാമെന്ന്. അങ്ങനെ കിടക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെയുള്ള മക്കൾ? പിന്നെ അവൾ പറയുക ചായ കുടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് എണീക്കാൻ പറ്റും, അതുകൊണ്ട് അമ്മ ഒരു ചായ ഇട്ടുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ദാ വരുന്ന ഞാൻ ഇട്ടുകൊണ്ട് തരാം കേട്ടോ. അങ്ങനെ അവൾക്കുള്ള ചായയാണ് ഇടുന്നത്. ഇനിയിപ്പോൾ ഈ ചായ കൊണ്ട് കൊടുക്കുമ്പോഴേ ആശാട്ടി എണീക്കത്തുള്ളൂ. അതൊക്കെ ഒരു ശീലമായി. ഇങ്ങനെയൊന്നും ശീലിപ്പിക്കരുതെന്ന് വയസ്സെന്നവരൊക്കെ പറയും. നമ്മൾ മക്കളെ ഇങ്ങനെ ചായ ഇട്ട് കട്ടിലിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെയൊന്നും എണീപ്പിക്കരുതെന്ന് പറയും. പക്ഷേ എന്തായാലും നമ്മുടെ മക്കളല്ലേ, നമ്മളങ്ങ് ചെയ്തു പോകും, കൊച്ചുങ്ങളല്ലേ എന്ന് വിചാരിക്കും. ഇനിയിപ്പം ഒന്ന് ഇച്ചിരി ചൂട്, ഒരുപാട് ചൂട് വേണ്ട കേട്ടോ. അപ്പം ഞാനൊന്ന് ചരുവം കഴുകി ഒന്ന് വലുതായിട്ട് ആറ്റുക. ചായക്കടയിലൊക്കെ ചായ അടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്ന് ചായയൊക്കെ ഒന്ന് പെട്ടെന്ന് ചൂടുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വലിച്ചാറ്റുന്നത്. ഇനിയിപ്പം അത് കൊണ്ടു കൊടുക്കുമ്പോഴേ ആ ചട്ടി എണീക്കത്തുള്ളൂ. കണ്ടോ, ഇതാണ് എൻ്റെ മോടെ ചായക്കപ്പ്. ഒന്ന് പതപ്പിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചായയുടെ ഇച്ചിരി അങ്ങ് തറയിൽ വീണ്. ഇനിയിപ്പോൾ അത് ഒരു പണിയായി. അതിനിപ്പോൾ കഴുകി കളഞ്ഞില്ലെങ്കിൽ അവിടെ എല്ലാം വൃത്തികേടാവും. അത് കാരണം ഞാൻ കയ്യോടെ അതങ്ങ് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. ഇനിയിപ്പം മോളെ വിളിക്കട്ടെ, ഞാൻ പോയി ചായ കൊണ്ട് കൊടുത്തിട്ട്. കണ്ടാ ഞാൻ എണീറ്റപ്പോഴേ അവിടെ ലൈറ്റ് ഇട്ട് വെച്ച് എണീക്കട്ടെന്ന് വിചാരിച്ച്, എന്നിട്ട് ആ കുട്ടി എണീറ്റില്ല. ഇനിയിപ്പോൾ ചായ കൊടുത്ത് എണീപ്പിക്കാം. അങ്ങനെ ഞാൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ചേട്ടന് കുടിക്കാനുള്ള വെള്ളം, ചേട്ടന് മാത്രമല്ല ഞാനും ചേട്ടനും രാവിലെ എണീക്കുമ്പം ഓരോ കപ്പ് വെള്ളം കുടിക്കും കേട്ടോ. ഞാൻ കുടിക്കുന്നത് ഇപ്പം ഉടനെ അങ്ങ് കുടിക്കത്തൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം സമാധാനമായിട്ടിരുന്നൊന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പം നമുക്ക് ഇച്ചിരി സമാധാനമായിട്ടിരിക്കാമല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞേ കുടിക്കത്തുള്ളൂ, ചൂടാക്കി വെക്കും. ചേട്ടനങ്ങ് വെള്ളം കൊടുത്ത് കേട്ടോ, ചൂടോടെ കൊടുക്കും ചേട്ടന് കുടിക്കാനും. രാവിലെ 5:30 ആകുമ്പോഴേ എൻ്റെ കൂടെ തന്നെ ചേട്ടനും എണീക്കും കേട്ടോ. ചേട്ടനൊരു പതിവുണ്ട്, കുളിച്ച് രാവിലെ എന്നും അമ്പലത്തിൽ പോവും. മോളെ ട്യൂഷനാക്കാൻ 6:30ക്കാണ് മോൾക്ക് ട്യൂഷൻ. അപ്പോൾ 6:30ക്ക് ട്യൂഷന് പോയിട്ട് കൊണ്ടാക്കിയിട്ട് പാല് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കുളിച്ച് അമ്പലത്തിൽ പോവും. എന്നും അമ്പലത്തിൽ പോവും ചേട്ടാ. ഞങ്ങളുടെ ഇവിടെ അടുത്ത് പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രമില്ലേ, ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്താ, പേരൂർക്കാരി എന്ന് വന്നതിൻ്റെ ഐഡിയ മനസ്സിലായ? ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു അമ്പലമാണ് പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രം. പേരൂർ കരിനല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ബീട്രൂട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ചെറിയ തീയിട്ട് വെച്ചിട്ട് എനിക്ക് അപ്പം അത് പെയ്യാൻ അവിടെ ഇരുന്ന് വെന്തോളും കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ അരിഞ്ഞൊക്കെ വെക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കിടന്ന് ധൃതി പിടിച്ച് ഊപ്പാട് വരും. 8 മണിയാകുമ്പോൾ പിള്ളേർക്ക് പോവുകയും വേണം. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് ഊപ്പാട് വരും.
കൈയോടെ തന്നെ അവിടെ കടുവൊക്കെ പൊട്ടി വീണ് കേട്ടോ. അതൊക്കെ അങ്ങ് തുടച്ച് മാറ്റുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ ഇങ്ങനെ അന്നേരം ഉള്ളത് അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചാലേ പിന്നെ നമുക്ക് അവസാനത്തെ ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിൽ കറിക്കുള്ള മുളക് പൊടിയും പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാലേ അത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ സമയം കിട്ടും ഇച്ചിരി നേരം. അപ്പോൾ നമുക്ക് ഞാൻ 3 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. ഇച്ചിരി കുറച്ച് മല്ലിപ്പൊടി എടുക്കത്തുള്ളൂ, മുളക് പൊടിയായിരിക്കും കൂടുതൽ എടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്തത്. ഇനി അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഞാൻ ചട്ടി ചൂടാകുന്നതിന് മുമ്പ് തന്നെ എടുത്തതിന് ശേഷമേ അടുപ്പ് കത്തിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചൂടായ ചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലേ അതങ്ങ് കരിഞ്ഞു പെട്ടെന്ന്. അപ്പോൾ ഇത് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് പൊടിയും അന്നേരം ചൂടായി വരും. അപ്പോൾ നമ്മുടെ പൊടി കരിയാതെ കിട്ടും കേട്ടോ. അന്നേരം നമുക്ക് ഇങ്ങനെ ചൂടാക്കി കറി വെക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചയ്ക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുന്നതിനേക്കാളും രുചി കറിക്ക് ടേസ്റ്റ് വരുന്നത് ഇങ്ങനെ ചൂടാക്കി ഇടുമ്പോഴാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സമാധാനമായിട്ടിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. ഈ വെള്ളം ഇങ്ങനെ എല്ലാവരും രാവിലെ വെള്ളം കുടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ വെള്ളം കുടിക്കും കേട്ടോ. അത് നമ്മുടെ ഡൈജഷനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നുപോലെ ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ എന്തായെന്നറിഞ്ഞില്ല. നമുക്കതെടുത്തൊന്ന് തുറന്നൊക്കെ നോക്കിയൊന്ന് ഇളക്കിയൊക്കെ കൂട്ടി വെക്കണം. ഇതിപ്പോൾ ചേട്ടനുള്ള കട്ടൻ ചായയാണ് വെക്കുന്നത്. അത് ചൂടാകുമ്പോഴത്തേക്കേ ദാണ്ട ഈ കാല് തിരിച്ച് വെച്ചെന്താണെന്നറിയാമോ? ഒരു ദിവസം ഞാനിങ്ങനെ പിന്നെ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ പിടിയുണ്ടല്ലേ അതിനകത്ത് തട്ടി എൻ്റെ കൈ മൊത്തം പൊള്ളി. വെള്ളം എല്ലാവിടെ ചരിഞ്ഞ് എൻ്റെ കയ്യിൽ വീണ്. അന്ന് മുതൽ ഞാൻ അത് ശ്രദ്ധിക്കും. വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചായപാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാലേ അത് നമ്മൾ തട്ടാത്ത രീതിയിൽ തിരിച്ചു വെക്കും കേട്ടോ. അതെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഒത്തിരി പിന്നെ നന്നായിട്ടങ്ങ് പൊള്ളിയായിരുന്നു എൻ്റെ കൈ മൊത്തം. പിന്നെ രാത്രിയിൽ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി സന്ധിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ കട്ടൻ ചായക്കകത്തേ ഒരു ഏലക്ക തല്ലിയിടും കേട്ടോ. അപ്പം അതൊരു ടേസ്റ്റാണ്. അത് ഒരു ഏലക്ക മാത്രം, ഒരു ഗ്ലാസ് ചായ എല്ലാം ഉള്ളു. ചേട്ടൻ മാത്രമേ കട്ടൻ ചായ കുടിക്കത്തുള്ളൂ വീട്ടിൽ കേട്ടോ. വേറെ ആരും അങ്ങനെ ഒന്നും കുടിക്കത്തില്ല. ഇളയമോള് ചായയും വെള്ളവും കട്ടൻ ചായയും ഒന്നും കുടിക്കത്തില്ല. അവൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് എല്ലാം കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴും കട്ടൻ ചായ ഒന്നും കുടിക്കത്തില്ല കേട്ടോ. വെള്ളമൊക്കെ കുടിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ചേട്ടന് ഈ കട്ടൻ ചായയും കൊണ്ട് കൊടുക്കട്ടെ. ബാക്കി ജോലി അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ കറിക്കൊക്കെ തോരൻ വേവാറായിരിക്കല്ലേ. അതിനകത്തോട്ട് ഇച്ചിരി പച്ച തേങ്ങ തിരുമിയിടുകയാണ് ചെയ്യുന്നത്. ബീട്രൂട്ട് തോരൻ അരച്ചിടുന്നില്ല ഇന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന തേങ്ങ, അതിനും പിന്നെ നമ്മൾ ചിക്കൻ കുറുമയാണ് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടുന്ന തേങ്ങയും കൂടെ അങ്ങ് തിരുമി വെക്കണേ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കട്ടെ. ഇപ്പം മൂത്തവളാണ് അങ്ങോട്ട് കയറിപ്പോയത്. അവൾ കുളിച്ചിട്ട് പോയതാണ്. ട്യൂഷനുണ്ട്. 6:30ക്കാണ് ട്യൂഷൻ. 6:30 തൊട്ട് 8 മണി വരെ അവൾക്ക് ട്യൂഷൻ രാവിലെ. അത് കഴിഞ്ഞ് 8:45 സ്കൂളിൽ പോകണം. 9 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ ബെല്ലടിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ കരിക്കോട് TKM സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടേ ഞാനിങ്ങനെയാണ് ബീട്രൂട്ട് സാധാരണ ചിലപ്പോഴൊക്കെ ഉള്ളു ഞാൻ അരച്ചിടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വാട്ടിയിട്ട് തേങ്ങാപ്പീര ഇട്ടെടുക്കുകയും ചെയ്യത്തുള്ളൂ കേട്ടോ. ഇനി ഇതിപ്പോൾ അതിന് കുറുമയ്ക്കുള്ളതാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അതിനകത്ത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഞാൻ അരിഞ്ഞു വെച്ച് കേട്ടോ. സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ടുണ്ട് അതിനകത്തൊരു കിഴങ്ങ് കറുത്തിരിക്കുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ കണ്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അരിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ സാധാരണ അരിഞ്ഞു വെക്കാറില്ല, ചെത്തി വൃത്തിയാക്കി വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണോടെ കിട്ടി. പിന്നെ ഞാൻ എല്ലാം എടുത്ത് തട്ടിയൊക്കെ നോക്കി ഇനി വേറെ വല്ലതും ഇനി കറുത്തിട്ടുണ്ടോ എന്ന്. വേറെ ഒന്നിനും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മോളിൽ ഇരുന്ന ഒരു ക്യാരറ്റല്ല ഉരുളക്കിഴങ്ങുണ്ടല്ലേ, അതിങ്ങനെ ചെറുതായിട്ടൊരു കറുപ്പ് പോലെ അത് അങ്ങ് വെട്ടിക്കളഞ്ഞു. പിന്നെ ഞാൻ സവാള അരിയാണ്. സവാള നമ്മൾ കുറുമയ്ക്ക് അരിയുമ്പോഴേ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണേ അരിഞ്ഞിടാൻ.
അങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടണം കേട്ടോ. പിന്നെ എരിവിന് നമ്മൾ പച്ചമുളകും കുരുമുളകും കൂടിയാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് നമ്മൾ പച്ചമുളക് ചേർക്കണം. ഞാനിപ്പോൾ ഒരു നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അത് കാരണം ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പം കറിവേപ്പില ഇല്ല കേട്ടോ. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടേ. അപ്പോൾ ഞാൻ ഇച്ചിരി കറിവേപ്പില ഒടിക്കാനായിട്ട് വാതിൽ തന്നെ നിൽക്കുകയാണ്. എനിക്ക് 2 കറിവേപ്പ് മരമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ താഴെ ഒരു കവറിട്ട് മൂടി വെച്ചിരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ബയോബിന് വേസ്റ്റൊക്കെ ഇടുന്നത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കറിവേപ്പിലയൊക്കെ ഞാൻ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഒരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കണം കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിനൊക്കെ മൊത്തം വിഷമാണ്. അതപ്പം നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതെന്നല്ല. അല്ലെങ്കിൽ പിന്നെ ഉപ്പ് വെള്ളത്തിലും വിനാഗിരിയിലും ഒക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമുക്ക് അത് ഉപയോഗിക്കാൻ. അങ്ങനെ നമുക്ക് കുറുമ വെക്കാം. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലിലൊരു കുറുമയാണ്. എനിക്ക് ശാസ്ത്രീയമായ രീതിയിൽ കുറുമ വെക്കാനൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ സാധാരണ വെക്കുന്ന രീതിയിലുള്ളതാണ്. ഇപ്പം ഞാൻ ഇട്ടതേ പട്ടയും ഗ്രാമ്പൂവാണ്. ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവാണ് ഇട്ടത്. അത് നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇടാൻ. ഇതിപ്പോൾ എനിക്ക് കുറച്ചേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇട്ടത് ഇഞ്ചി, പിന്നെ വറ്റൽമുളകുമാണ് ഇട്ടത് കേട്ടോ. ഇഞ്ചിയുടെ ആ പച്ച മണമൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും കൂടി ഇടാം. സവാളയിൽ നിന്ന് ചുമന്ന് വരുന്നിടം വരെ ഒന്നും നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ. സവാള ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് വാടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് ഇളക്കി വരുമ്പോഴേ നമ്മളൊരു ഗ്ലാസ് പോലെ ആവത്തില്ലേ, അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അല്ലാതെ നമ്മൾ ചുമക്കുന്നിടം വരുന്ന നമ്മൾ സവാള വഴറ്റണ്ട കേട്ടോ. ഈ ചിക്കനാണെങ്കിലേ കൊച്ചു പീസായിട്ട് കണ്ടിച്ച ചിക്കനാണ് കേട്ടോ. കുറുമയ്ക്ക് നമ്മൾ വലിയ കഷ്ണങ്ങളല്ല, കൊച്ചു കഷ്ണങ്ങളാണ് ഇടുന്നത്. ഇത് വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എല്ലാവരും എങ്ങനെ ആയിരിക്കും, അതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കും, വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നും പറഞ്ഞല്ലേ. അങ്ങനെ ഞാൻ മാറ്റി വെച്ചതാണേ ഇത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറൊരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കുറുമ ഉണ്ടാക്കാമല്ലേ, മൊത്തം ഒന്ന് ചിക്കൻ കറി വെക്കണ്ടെന്ന് വിചാരിച്ചേ. അപ്പോൾ ചിക്കനാണെങ്കിൽ ഒന്ന് വാടുമ്പോൾ ഒരു വെള്ള കളറിലാവത്തില്ലേ, റെഡ് കളർ മാറി ഒരു വെള്ള കളറാകുമ്പോൾ നമുക്ക് വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും കോളിഫ്ലവറും ഒക്കെ ഇടാം കേട്ടോ. പക്ഷേ എൻ്റെ അതൊന്നുമില്ല. ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും പച്ചമുളകും സവാളയും കറിവേപ്പിലയും ഒക്കെ അത്രേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നിച്ചിരി ഒന്ന് വാടുമ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. സാധാരണ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തേങ്ങാപ്പാലിനകത്ത് വെക്കും കേട്ടോ. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് തേങ്ങ അരച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചേ. അല്ലെങ്കിൽ കറിക്ക് ഒരു കൊഴുപ്പ് കാണത്തില്ല. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചൊഴിക്കുമ്പം നല്ല കൊഴുപ്പുമാണ് കറിക്ക്. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെക്കുന്നവർ 2ാം പാൽ ഒഴിച്ച് വേണം ഈ വെജിറ്റബിൾ വേവിക്കാൻ. ഞാൻ ഇപ്പോൾ പച്ചവെള്ളം ഒഴിച്ചാണ് വേവിച്ചിരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ബാക്കി ഇരുന്ന കറിവേപ്പിലെല്ലാം നമുക്ക് ഒരു ടിന്നിനകത്തോട്ട് പിച്ചി വെക്കാം. ഇനി ഇത് തീരുമ്പോഴേ ഞാൻ അടുത്ത് ഒടിക്കത്തുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ 2-3 ദിവസത്തേക്കുള്ള കറിവേപ്പില അതുണ്ട്. അപ്പോൾ അത് ഇനി ഇത് തീരുമ്പം പിന്നെയും പോയി ഒടിക്കുന്നത് കേട്ടോ. അങ്ങനെ എപ്പോഴും ഞാൻ കറിവേപ്പ് ഒടിക്കുമ്പോൾ ഇച്ചിരി തോനെ ഒടിച്ചുകൊണ്ടൊന്ന് വെക്കാം. പിന്നെ ഞാൻ അപ്പത്തിൻ്റെ മാവ് ഇന്നലെ ഞാൻ ഈസ്റ്റൊക്കെ ഇട്ട് അരച്ച് വെച്ചേക്കേ. സാധാരണ ഞാൻ ഉപ്പിട്ട് അരയ്ക്കാറില്ല കേട്ടോ. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപ്പിട്ട് അരയ്ക്കാറില്ല, പുളി കൂടിപ്പോകുമെന്നും പറഞ്ഞ്. ഞാൻ ചുടുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഞാൻ ഉപ്പ് കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് പിന്നെ ഇളക്കുമ്പം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ മാവിനകത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കലക്കി വെക്കണം. നമ്മൾ ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പേ അങ്ങ് കലക്കി വെക്കണം. അപ്പം ഇച്ചിരി കൂടെ ഒന്ന് പൊന്തിയൊക്കെ വരും മാവേ, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റൊക്കെ ആവും അപ്പം കേട്ടോ. അങ്ങനെയാണ് ചെയ്യണ്ടേ. ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ രീതിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. അപ്പോഴത്തേക്ക് ചേട്ടൻ മോളെയൊക്കെ കൊണ്ടാക്കിയിട്ട് പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ അടുത്തുനിന്നൊരു ഫാമിൽ നിന്ന് പാല് വാങ്ങിക്കുന്നത് കേട്ടോ. 1 ലിറ്റർ പാലങ്ങ് വാങ്ങിക്കും. അപ്പോഴത്തേക്ക് ഇതാണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. 1 വിസിൽ കേട്ടാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അത് വെന്തോളും. വലിയ കഷ്ണങ്ങളല്ലല്ലോ, കൊച്ചു കഷ്ണവുമാണ്. ചിക്കനും അധികം വേവുമില്ല. ഇനി ഞാൻ നേരത്തെ മുളക് പൊടി അനത്തി വെച്ചില്ലേ, പൊടികളൊക്കെ കറിക്കുള്ള, അതങ്ങ് അരച്ച് വെക്കാം.
മീൻകറി. കൊച്ചു പൊടിച്ചാള ഉണ്ടല്ലേ, അതാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇപ്പോൾ എപ്പോൾ ചന്തയിൽ പോയാലും ചാളയേ ഉള്ളൂ, വേറെ ഒരു മീനും ഇല്ല. എപ്പോഴും ചന്തയിൽ ഒത്തിരീച്ച ചന്തയിൽ 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ ഒരു കിറ്റ് നിറച്ച് ചാള കിട്ടും കേട്ടോ. ഇപ്പം അങ്ങ് ചാളയേ ഉള്ളൂ, വേറെ ഒരു മീനും ഇല്ല ചന്തയിൽ. അങ്ങനെ ചാള ശരി. ഇപ്പം അന്നേരം ഞാൻ വെച്ച് ഇന്ന് ഇച്ചിരി കുടംപുളിയൊക്കെ ഇട്ട് ഒന്ന് കറി വെക്കാമെന്നേ. അതിന് മുമ്പത്തെ ദിവസമൊക്കെ ഞാൻ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചായിരുന്നേ. ഇനിയിപ്പോഴേ മീൻകറിക്ക് വേണ്ടുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അരിയാനുള്ള പാടുകൊണ്ടാണ് ഈ ചതച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഇടാനായിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു വെളുത്തുള്ളി ചതഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് കുത്തി ചതക്കുകയാണേ. അപ്പം നമുക്ക് ചുമന്നുള്ളിയൊക്കെ കുറച്ച് സമയം എടുക്കത്തില്ലേ ഇച്ചിരി അരിഞ്ഞെടുക്കാൻ. അത് കാരണം ഞാൻ എന്തോ ചെയ്യുമെന്നറിയാമോ, എളുപ്പപ്പണിക്ക് വേണ്ടി ഈ ഇടികല്ലിനകത്തിട്ട് ഇടിച്ചങ്ങെടുക്കും. നല്ല ഹെൽപ്പുള്ളൊരു സാധനമാണ് ഈ ഇടികല്ല്. എനിക്ക് അരകല്ലുണ്ട്, പക്ഷേ അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഒക്കെ ചക്കയോ ചീനിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചതച്ചിടത്തില്ലേ, അപ്പോഴെങ്ങാണൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. വീട്ടിൽ ആർക്കും ജോലിക്കൊന്നും പോകണ്ട, സ്കൂളിലൊന്നും പോകണ്ട എന്നുള്ള സമയത്ത് അതിനകത്തൊക്കെ അരച്ചൊക്കെ കറിയൊക്കെ വെക്കും കേട്ടോ. പിന്നെ ധൃതി പണിക്കൊന്നും ചെയ്യുമ്പോഴൊന്നും അതിനകത്തോട്ട് അരയ്ക്കാനൊന്നും നിൽക്കത്തില്ല, നമ്മൾ സമയം ഇത്രയും പോവും. പിന്നെ കറിക്ക് വേണ്ടുന്ന തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെക്കുന്നത്. പിന്നെ നമ്മളാണെങ്കിലേ അതെല്ലാം അരിഞ്ഞു വന്നപ്പോഴത്തേക്ക് അരി വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കറി വേവാൻ സമയമാകുമ്പോഴത്തേക്ക് അരി വേവുമെന്ന്. പെട്ടെന്ന് ഇപ്പം എന്താ ഇപ്പം എത്ര മണിയായിട്ടുണ്ട്, ഒരു 6:30 6:45 ആയിട്ടേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ അരി വെന്തിട്ടുണ്ട്. ഇനിയിപ്പം 8 മണിക്ക് പോയാൽ പോരെ. ഇനി അടുപ്പൊഴിഞ്ഞ് കിടക്കും, അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മീൻകറിയും കൂടെ അങ്ങ് വെക്കാം കേട്ടോ. ഈ അടുപ്പിന് ഭയങ്കര ചൂടാണ് കേട്ടോ, സ്റ്റീലിൻ്റെ അടുപ്പായതുകൊണ്ടേ. വലിയ പാത്രങ്ങൾ മാത്രമേ നമുക്ക് അല്ലാതെ വെക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ ഒരു റിങ് പോലൊരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടോ, അപ്പോൾ കൊച്ചു കൊച്ചു ചട്ടികളും കലങ്ങളും ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കണം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിനകത്ത് ഇറങ്ങിപ്പോവും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നമുക്ക് കറി വെക്കാം. ഞാനിപ്പം ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാം. മുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാടി കഴിയുമ്പം ചുമന്നുള്ളിയും കൂടി ഇട്ട് ഒന്ന് വാടണേ. ചുമന്നുള്ളിയും കൂടി ഇട്ട് വാട്ടിയിട്ട് ഇതൊന്ന് നല്ല ചുമക്കുന്നിടം വരുന്നത് ഞാൻ വാട്ടത്തില്ല കേട്ടോ. ജസ്റ്റ് ഇത് ഒന്ന് ചുമക്കുന്നിടം വരെ ഒന്നും വാട്ടത്തില്ല. അത് ചുവനൊന്ന് വാടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് ഒന്ന് വാട്ടി, എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ. തക്കാളി ഇട്ട് ഇച്ചിരി ഒന്ന് ഇളക്കിയിട്ടേ ഞാൻ ഒന്ന് അടച്ചു വെക്കും കേട്ടോ. തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മീൻകറിയുടെ അരപ്പുണ്ടല്ലേ, ഇങ്ങനെയൊക്കെ മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴേ കറിക്ക് നല്ലൊരു കൊഴുപ്പമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പൊടികളായിട്ട് തന്നെ കറിക്കകത്ത് ഇടുവാണെങ്കിലേ കറിക്കൊരു കൊഴുപ്പ് കാണത്തില്ല, ഒരു വെള്ളം പോലിരിക്കും. ഇച്ചിരി കൊഴുത്ത കറിയാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ മിക്സിയിലൊന്ന് അരച്ചൊഴിക്കുമ്പം അതിന് നല്ലൊരു കൊഴുപ്പ് കാണും കറിക്ക് കേട്ടോ. അല്ലാതെ ചെയ്യുന്നവർക്ക് എളുപ്പത്തിന് നമ്മൾ പൊടി തന്നെ അങ്ങ് അത് ജസ്റ്റ് ഇട്ട് മൂപ്പിച്ചെടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ ആ കറി ഒരു കൊഴുപ്പ് കാണത്തില്ല, വെള്ളം പോലിരിക്കുന്നേ ഉള്ളൂ. ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല കേട്ടോ. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കേ കുറുമയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. അതിന് ഒരു 2 പിടി തേങ്ങ ഇടണേ. പിന്നെ പെരുംജീരകം, പെരുംജീരകം ഇട്ടപ്പോഴേ അതിനകത്താണെങ്കിൽ ഒരു ഇച്ചിരി കട്ട പോലെ കിടക്കുന്നത് കേട്ടോ. ഇനി അതിനകത്ത് വല്ല പുഴുവെങ്ങാണോ ആണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് മാറ്റിയിട്ട് ബാക്കി തട്ടിയിടുവാണേ. അതങ്ങ് നോക്കാം ഇനി പുഴുവെങ്ങാണോ ആണോ, കുറച്ച് ദിവസം ആയി എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇനി അതിന് കട്ട പിടിച്ചിരിക്കുന്നത് ചിലതൊക്കെ കേട്ടോ. ഈ 3 ഏലക്ക, ചെറിയ ഏലക്ക വേണ്ടാണേ 3 എണ്ണം ഇട്ടത്, വലിയ ഏലക്കയാണെങ്കിൽ 2 എണ്ണം ഇട്ടാൽ മതി കേട്ടോ. ഒന്ന് അരച്ചെടുക്കണേ. എൻ്റെ മിക്സിക്കകത്ത് എന്തോ കിടന്ന് പടപടാ അടിക്കുന്നു. അപ്പം ഞാൻ നോക്കുകയാണേ, കൈയിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലേ
ഒരു ചിരട്ടയുടെ കഷ്ണം. ഭയങ്കരമായിട്ടായിരുന്നു. ഞാൻ വിൽക്കും ഇനി മിക്സിയുടെ ബ്ലേഡ് അങ്ങനെ ഒടിഞ്ഞു പോയോ എന്ന്, പടാ പടാന്ന് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. എല്ലാവരും തേങ്ങയൊക്കെ മിക്സി ഇട്ടുകൊണ്ട് അത് അങ്ങനെ വന്നതേ. അങ്ങനെ അത് അരച്ചപ്പോഴത്തേക്ക് നോക്കിയാൽ കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് മീനിടാം. പൊടിച്ചാളയാണേ അത്. മീനെല്ലാം തിളച്ച് കഴിയുമ്പോൾ ഇടണം, അല്ലെങ്കിൽ മീനെല്ലാം ഒരുമാതിരി ഇങ്ങനെ പൊടിഞ്ഞ കണക്കായിപ്പോവും തിളയ്ക്കുന്നതിന് മുമ്പേ. കൊച്ചു മീനൊക്കെ നമ്മൾ തിളച്ചിട്ട് ഇടാം കേട്ടോ. വലിയ മീനൊക്കെ നമുക്ക് കലക്കുമ്പോഴേ അങ്ങ് ഞാൻ തേങ്ങാക്കറിയൊക്കെ വെക്കുമ്പോൾ അയിലയൊക്കെ ആണെങ്കിൽ അരപ്പിൻ്റെ കൂടെ തന്നെ കലക്കി വെക്കും കേട്ടോ. പിന്നെ കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ അടച്ച് വെച്ച് അത് പെയ്യനെ ആ ചെറിയ തീ കിടന്നങ്ങ് വെന്തോളും. നമ്മളത് ശ്രദ്ധിക്കുകയേ വേണ്ട, ഇടയ്ക്കൊന്ന് ചെന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ദാണ്ട കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്, അതെല്ലാം വെന്തിട്ടിട്ടുണ്ട്. ഒറ്റ വിസിൽ മതി കേട്ടോ. ഈ ചിക്കനും കഷ്ണങ്ങളും എല്ലാം ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പം അത് വേവാൻ പെട്ടെന്ന് ഒരു വിസിലാകുമ്പോഴേ വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പം എന്താണ്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ അതി ഒഴിച്ച് ഒന്ന് ചൂടാക്കി എല്ലാം ഒന്ന് തിളയ്ക്കണം കേട്ടോ. എന്നാലേ ആ അരപ്പെല്ലാം അതിനകത്തൊന്ന് കുറുകത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും ജീരകവും വലിയ ജീരകവും ഏലക്കായും കൂടി ഇട്ട മിക്സേ അതൊന്ന് അതിനകത്ത് ചേർക്കാം. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളതേ കുരുമുളകാണേ. ഇതൊന്ന് ജസ്റ്റ് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുരുമുളക് ചതയ്ക്കണം. ഇനി പിന്നെ മല്ലിയില ഇടണം. അതാകുമ്പം എൻ്റെ പാട്ടയ്ക്കകത്തേ കുരുമുളക് തീർന്നു കേട്ടോ. ഇതിപ്പോൾ ഈ അമ്മ ഇച്ചിരി ഇല്ല കുരുമുളക് പൊടിയുടെ താഴെ പൊഴിഞ്ഞു വീഴത്തില്ലേ, അത് ഇച്ചിരി പറക്കി തന്നതാണ് ഉണക്കാനേ. അപ്പോൾ അത് ഉണക്കാൻ വെച്ചിരുന്നതിൽ നിന്നാണ് ഞാൻ ഇച്ചിരി എടുക്കുന്നത്. എൻ്റെ കുരുമുളക് തീർന്നിരിക്കുക കേട്ടോ. അപ്പോൾ പൊടിയുമില്ല. അതാകുമ്പം ഇതിനെന്തെങ്കിൽ പൊടിയല്ല ചേർക്കുന്നത്, നമ്മളൊന്ന് ചതച്ചാണ് ചേർക്കുന്നത്. അപ്പം എൻ്റെ ഇതിനകത്ത് ഇതാണ്ട് ഈ കുരുമുളക് ഇടുന്നതും മല്ലിയില ഇടുന്നതും വീഡിയോ അങ്ങ് സ്കിപ്പായിപ്പോയി കേട്ടോ. എങ്ങനെയോ പോയതാ, ഒന്ന് ക്ഷമിക്കണേ. പിന്നെ ഞാൻ എന്താ അപ്പം എല്ലാം ചുറ്റിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സമയം ഒരുപാടായേ, 8 മണിയാവാറായേ. മോക്കും ചേട്ടനും പോകാൻ സമയമായി. ഇനി പെട്ടെന്ന് ധൃതിയിൽ ചെയ്യുകയാണ്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര നേരത്തെ എഴുന്നേറ്റാലും താമസിക്കും. ഈ വീഡിയോ എടുത്തെടുത്ത് നിൽക്കുമ്പം നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇരട്ടി സമയം എടുക്കും നമുക്ക് വീഡിയോ എടുക്കുമ്പോഴേ. അങ്ങനെ ഇത് അപ്പം എല്ലാം പെട്ടെന്ന് ചുട്ടെടുക്കുകയാണേ. നല്ല ഭംഗിയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം കേട്ടോ. നല്ല ഈസ്റ്റായിരുന്നു, അതുകൊണ്ട് പുളിച്ചൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഞ്ഞു പോലുള്ള അപ്പമൊക്കെയാണ് കിട്ടുന്നത്. പെട്ടെന്ന് കല്ലിൽ നിന്ന് ഇളവി വരുന്നുമുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പമൊക്കെ ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇവർക്ക് കാപ്പിയൊക്കെ അങ്ങ് കൊടുക്കട്ടെ. ഇനിയിപ്പം ഇച്ചിരി നേരത്തേക്ക് ഇനി വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് ചോറ് വിളമ്പണം, കാപ്പി കൊടുക്കണം, അങ്ങനെ കുറച്ച് ജോലികളുണ്ടേ. അങ്ങനെ അപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ അതാ ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ. അവിടെ അന്നേരം തന്നെ അങ്ങ് ക്ലീൻ ചെയ്താലേ നമുക്ക് പിന്നെ ഭയങ്കര പാടായിട്ട് തോന്നില്ല. എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചിട്ട് അവർക്ക് കാപ്പി കൊടുക്കട്ടെ. ചേട്ടൻ്റെ ഷർട്ടും പാൻറ്റും തേക്കണം, അതാ ഇത്ര ധൃതി കാണിക്കുന്നത്. ഇനി 8 മണി ആയിട്ടില്ല, ഒരു 7:45 ആയിട്ടുണ്ട്. ഇനിയിപ്പം ചേട്ടൻ്റെ ഷർട്ടും പാൻറ്റും തേക്കണം, മോളുടെ യൂണിഫോം തേക്കണം. അതൊന്ന് തേച്ച് കൊടുത്തിട്ട് വേണം അവർക്ക് കാപ്പി കൊടുക്കാൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്താലേ നമുക്ക് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു വലിയ ക്ലീനിങ് ഇല്ലേ, ജോലിയെല്ലാം ഒതുങ്ങിയിട്ട്, അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് വലിയ അഴുക്കായിട്ട് തോന്നത്തില്ല. അങ്ങനെ അവർക്കെല്ലാം കാപ്പിയൊക്കെ കൊടുത്ത് അവർ പോവുകയാണേ. മോളും ചേട്ടനും ഒന്ന് മൂത്ത മോൾക്ക് സ്കൂളിൽ പോകണ്ട, ഇളയാൾക്ക് മാത്രം പോയാൽ മതി കേട്ടോ. മൂത്താൾക്ക് ഇപ്പം അറ്റൻഡൻസൊക്കെ കഴിഞ്ഞ കാരണം അവൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ യാത്ര അയക്കാൻ പോവുകയാണേ. അവരുടെ ചോറും ബാഗും ഒക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇന്ന് ചേട്ടന് നേരത്തെയാണ് പോകണേ കേട്ടോ. സാധാരണ ചേട്ടൻ 9 മണിക്കാണ് പോകുന്നത്. മോളെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് പോകുന്നത്. ഇന്ന് മോളുടെ കൂടെ തന്നെ പോകണം. ദൂരെ എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാണേ നേരത്തെ പോകുന്നത്. അങ്ങനെ അവരെയൊക്കെ ഞാൻ പറഞ്ഞയക്കുകയാണ്. അവരുടെ കിറ്റൊക്കെ കൊടുക്കുവാണ്. ഞാൻ അവരൊക്കെ പോയിട്ടുണ്ട്. ഇനി ഗേറ്റൊക്കെ അടച്ചിട്ട് ഇനി ഒരു സമാധാനമായിട്ട് വേണം ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യാനേ.
ഇപ്പോൾ പാലടുപ്പത്ത് വെച്ചിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചില്ലായിരുന്നു, നേരത്തെ കൊണ്ടുവച്ചിരുന്നതേ ഉള്ളായിരുന്നേ. ഈ പാലടുപ്പത്ത് വെക്കുന്ന സമയത്താണ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേണ്ട എപ്പോഴും അങ്ങോട്ടും നോക്കുന്നുണ്ട്, പാല് തിളച്ച് വരുന്നുണ്ടോ എന്നാണ് നോക്കണേ. ഇടയ്ക്ക് ഞാൻ ചെന്ന് പിന്നെ അത് ഇളക്കിയൊക്കെ കൊടുക്കും കേട്ടോ. പെട്ടെന്ന് പാല് അണച്ച് ചെയ്യാം കേട്ടോ. പാത്രമൊക്കെ ഏതാണ്ട് ചരുവമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. എല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഇനി തുടച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പ് ഭരണി, പുളിപ്പാത്രം, അതൊക്കെ ഈ കൗണ്ടർ ടോപ്പ് ഇരിപ്പില്ലേ, അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് തുടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ നനഞ്ഞ കൈവച്ചൊക്കെ പിടിക്കുമ്പോഴേ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ മസാലയോ എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അതൊക്കെ അങ്ങ് അന്നേരം തന്നെ അങ്ങ് ക്ലീൻ ചെയ്യണം. എന്നും അങ്ങ് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പാടുമില്ല കേട്ടോ. അത് കണക്കന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും നമ്മൾ നന്നായിട്ട് എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ച് എന്നും അങ്ങ് തുടയ്ക്കണേ. ഞാനിച്ചിരി ലൈസോളിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഒരു പാട്ടയ്ക്കകത്തെ, അത് വെച്ചാണ് വൃത്തിയാക്കുന്നത്. അത് കണക്കന്നെ നമ്മുടെ മിക്സിയും നമ്മളെന്നും ക്ലീൻ ചെയ്യണം. നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അതും അങ്ങ് ക്ലീൻ ചെയ്യണേ. ഏറ്റവും അവസാനം ഞാൻ ഈ സിങ്ക് കഴുകത്തുള്ളൂ. ഇനി അടുപ്പിൻ്റെ ഇടവും ഞാൻ അന്നേരം തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. ആദ്യം തന്നെ ഒരു തുണി വെച്ച് പൊടിയെല്ലാം തൂത്ത് വൃത്തിയാക്കി അങ്ങ് എടുക്കുക. എന്നിട്ട് ഞാൻ നനഞ്ഞ തുണിയിട്ട് തുടയ്ക്കത്തുള്ളൂ കേട്ടോ. ഒരു ഉണങ്ങിയ തുണിയിട്ട് ആദ്യം തുടയ്ക്കുന്നത്, പിന്നെ ടവൽ വെച്ച് അവിടെ എല്ലാം വൃത്തിയാക്കും കേട്ടോ. അവിടെ എല്ലാം എന്നും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാടുമില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേച്ചൊരച്ച് കഴുകേണ്ടി വരും, വല്ലപ്പോഴും ഒക്കെ കഴുകുന്നതെന്നുണ്ടെങ്കിൽ. ഇനി എങ്ങനെ സിങ്കും അതിൻ്റെ പാത്രങ്ങളും എല്ലാം കഴുകുക. അത് കണക്ക് തന്നെ നമ്മൾ സോപ്പ് വെക്കുന്ന പാത്രം കണ്ട അതാണ്ട് അത് നമ്മൾ എന്നും കഴുകണം, അല്ലെങ്കിൽ അതിനൊരു കെട്ട വാട വരും കേട്ടോ. അപ്പം നമ്മൾ പാത്രം കഴുകുന്ന പിന്നെ സ്ക്രബും സ്റ്റീൽ സ്ക്രബും എല്ലാം കഴുകി മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ തേക്കാൻ വേണ്ടി പ്രത്യേകം വേറൊരു സ്ക്രബ്ബർ വെച്ചേക്കണം കേട്ടോ. ഒരു പഴയ സ്ക്രബ്ബർ, ഞാനൊരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്, അത് വെച്ചാണ് കഴുകുന്നത്. ചീത്തയാവുന്ന കളഞ്ഞിട്ട് പിന്നെ നമ്മൾ പുതിയ സ്ക്രബ്ബർ വാങ്ങിക്കത്തില്ല, അപ്പം പഴയ സ്ക്രബ്ബർ ഇതിനെടുക്കും. അങ്ങനെ എല്ലായിടവും തുടച്ച് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് കുപ്പിയിൽ നിന്ന് വന്ന ഭൂതം പോലെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് എല്ലാ പണിയും തീർക്കുന്നതാണ്. പിന്നെ സമാധാനമായിട്ടിരുന്ന് ഞാനൊന്ന് കാപ്പിയൊക്കെ കുടിക്കട്ടെ കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ചാനലിലെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. എൻ്റെ ചാനൽ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.